ചെവിയിൽ മൂളക്കം എന്നുള്ള ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കമന്റ് ചെയ്തതും ഡൗട്ടായിട്ട് ചോദിച്ചൊരു കാര്യമാണ് ഈ മൂളക്കത്തിന് എന്തെങ്കിലും ഒരു പരിഹാര മാർഗ്ഗം ഉണ്ടോ, ഈ ടിനൈറ്റിസ് നമുക്ക് എന്തെങ്കിലും കുറയ്ക്കാനുള്ള വല്ല ഓപ്ഷനും ഉണ്ടോ എന്നുള്ളത്. സോ അതിനുള്ള ഒരു സൊല്യൂഷനുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വളരെ സൗജന്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്പിന്റെ കാര്യമാണ് എന്ന് പറയുന്നത്. നമുക്ക് ടിനൈറ്റിസ് റിലീഫ് ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള റീസൗണ്ടിന്റെ ഒരു ആപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ആപ്പ് ഇപ്പോൾ ചെവിയിൽ മൂളക്കം കൊണ്ട് ഉറങ്ങാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ അല്ലെങ്കിൽ വളരെ സ്ട്രെസ്ഡ് ആവുന്നു എന്നുള്ള ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ് ഇത്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ടിനൈറ്റിസ് റിലീഫ് ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സൗണ്ട്സ് എന്നുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷനുകൾ അവൈലബിൾ ആണ്. ലൈക്ക് ഈവനിങ് ഫോറസ്റ്റ്, പീസ്ഫുൾ മോർണിംഗ്, അണ്ടർ വാട്ടർ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടോണുകൾ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മ്യൂസിക്കുകൾ അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വല്ലാതെ ടിനൈറ്റിസ് അനുഭവപ്പെടുന്ന ആ ഒരു മൊമെൻറ്റിൽ അത് നല്ലൊരു റിലാക്സേഷൻ ആയിരിക്കും. നമ്മുടെ ഒന്ന് കാം ചെയ്യാനും അതുപോലെ ആ ടിനൈറ്റിസിൻ്റെ അളവ് ഒന്ന് റെഡ്യൂസ് ചെയ്യാനും അത് സഹായിക്കും. അതേപോലെ അടുത്തൊരു ഓപ്ഷനാണ് റിലാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് ഓപ്ഷനിലോട്ട് പോവുക. അപ്പോൾ സെക്കൻഡ് ഓപ്ഷനിൽ നിങ്ങൾക്കൊരു നാല് സെക്ഷൻസ് ആയിട്ടാണ് അത് വരുന്നത്. അതിൽ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഗൈഡഡ് മെഡിറ്റേഷൻ ആണ്. അപ്പോൾ ഗൈഡഡ് മെഡിറ്റേഷനിൽ നമുക്ക് പോയി കഴിയുമ്പോൾ ഡിഫറെൻറ്റ് ഗൈഡഡ് ഓപ്ഷൻസ് കാണാം. ലൈക്ക് ആങ്കറിങ്, ബ്രീത്തിങ് സ്പേസ്, കാമിങ് യുവർ ബോഡി, അങ്ങനെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് കാണാം. ഇതെല്ലാം ഡിഫറെൻറ്റ് ഗൈഡഡ് മെഡിറ്റേഷൻസ് ആണ്. റിലാക്സേഷൻ കൊടുക്കാനും അതുവഴി നമുക്ക് ആ ടിനൈറ്റിസിൻ്റെ ആ ഒരു തോത് കുറയ്ക്കാനും ഈ ഒരു മെഡിറ്റേഷൻസ് റെഗുലറായിട്ട് ചെയ്യുന്നത് നല്ല ഹെൽപ്പ് ചെയ്യും. ഇതിൽ തന്നെ അടുത്തൊരു സെക്ഷനാണ് ഇമേജറി എന്ന് വരുന്നത്. അപ്പോൾ നിങ്ങളൊരു 5 minutes ഈ ഇമേജറിയിൽ ഒന്ന് ഫോക്കസ് ചെയ്ത്, ഇപ്പോൾ നിങ്ങൾക്ക് ഫയർ, ഹെവി റെയിൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഡിഫറെൻറ്റ് ഇമേജറീസ് അതിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് അതൊന്ന് പ്ലേ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു ഓപ്ഷൻ കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. അത് കുറച്ച് റിലാക്സിങ് ആണ്. ഒരു 5 minutes അതിലോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒന്നും കൂടെ ഒരു കാം ഫീലിംഗ് കിട്ടും. നമുക്ക് ആ ടിനൈറ്റിസിൽ നല്ലൊരു ചേഞ്ച് കൊണ്ടുവരാൻ അത് സാധിക്കും. നമ്മുടെ അറ്റൻഷൻ ഡീവിയേറ്റ് ചെയ്യിപ്പിക്കുക ആ ഒരു മൂളിച്ചയിൽ നിന്ന് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അടുത്തതായിട്ട് നമുക്ക് ഡീപ്പ് ബ്രീത്തിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്കൻഡ് സെക്ഷൻ ഉണ്ട്. സോ അതിൽ തന്നെ നമുക്ക് നോർമൽ, സ്ലോ ആൻഡ് ഡീപ്പ് ബ്രീത്തിങ് അങ്ങനെ 3 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഓപ്ഷൻസ് ചൂസ് ചെയ്യാം. സ്ലോ ബ്രീത്തിങ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ഇതിൽ തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ബ്രീത്ത് ഇൻ ചെയ്യാം, ബ്രീത്ത് ഔട്ട് ചെയ്യാം. അപ്പോൾ കറക്റ്റ് ആ ഡ്യൂറേഷൻ എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു ബോഡീനെ കാം ചെയ്യാനും, ബ്രീത്തിങ് എക്സസൈസ് നമ്മളൊരു 20 times ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒന്നുകൂടെ റിലാക്സ് ആവും. ആ സ്ട്രെസ്സ് കുറയും. ആ സ്ട്രെസ്സ് കുറയുന്നത് നമുക്ക് നല്ലൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു റിഡക്ഷൻ നമ്മുടെ ആ ഒരു ചെവിയുടെ മൂളക്കത്തിലും ഉണ്ടാവും. അതുപോലെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇമേജറി, ഞാൻ നേരത്തെ പറഞ്ഞ ആ സെക്ഷൻ തന്നെ നമുക്ക് അങ്ങനെ ഒരു സെപ്പറേറ്റ് സെക്ഷൻ ആയിട്ട് കൂടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മുടെ പ്ലസൻ്റ് ആക്ടിവിറ്റീസ് ആണ്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ